എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു പുത്തൻ സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂത്താടി ഉണ്ണി അഥവാ ഉണ്ണി കൂത്താടി. ഇന്നിതാ അടിപൊളി പ്രേമം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതെ, അടിയുണ്ട്, പൊളിയുണ്ട്, സിനിമ വിശേഷങ്ങൾ, പ്രേമമുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമയിൽ മുമ്പ് അതിനൊക്കെ പറയാം വാക്കില്ല, അത്രയ്ക്ക് മനോഹരമാണ് സിനിമ. നമ്മൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റാനിക് എന്ന സിനിമ കണ്ട് ഓർമ്മ, ടൈറ്റാനിക് പ്രണയത്തിന്റെ. ഇത് സത്യം പറയാലോ, ഇത് കപ്പലില്ല എന്ന് മാത്രം, ബോട്ടുണ്ട്, ആ ബോട്ട് മുങ്ങി എന്ന് മാത്രമാണ് അതിനെ വെമ്പുന്ന സിനിമയാണ് ടൈറ്റാനിക്. എനിക്കൊന്ന് ടൈറ്റാനിക് സത്യം പറയാം, തുറന്നു പറയാം, ഒന്നും വിചാരിക്കാതെ എന്നോട്, ടൈറ്റാനിക് ഒന്നുമല്ല, പൊയിലാണ്. പക്ഷെ ആ മുങ്ങിത്താട് പോകുമ്പോൾ വീണ്ടും പൊങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. എങ്ങനെയാണ് മൊയ്തു സാർ നിങ്ങൾ ഇത് രംഗത്ത് അവതരിപ്പിച്ചത്? എങ്ങനെയാണ് ക്യാമറയിൽ പകർത്തിയത്? സ്റ്റണ്ട് എന്ന് പറയുന്നത് രാഘവ സാറിന്റെ സ്റ്റണ്ട്. സത്യം പറയാലോ, 10-12 അടിയുണ്ട്. 3 അടിയെ ഞാൻ കണ്ടില്ലു. കാരണം ഈ 12 അടി കാണാനുള്ള ശേഷിയില്ല, അത്രയൊക്കെ പേടിയാണ് നമുക്ക്. പേടിച്ച് വിറക്കിയാണ് ഓരോ സ്റ്റണ്ടും, മടിക്കും വെടിക്കും ഒക്കെ നമ്മുടെ മനസ്സിലാക്കൊള്ളുന്നത്. ഞങ്ങൾ ചങ്കിലാണ് കൊള്ളുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് സിനിമ. സിനിമ എങ്ങനെ ഉണ്ടായി? നല്ല പടമാണ്. സിനിമ എങ്ങനെ നല്ല പടമാണ്. പിള്ളേരെ കൊണ്ടുപോരാഞ്ഞത് കഷ്ടം. അതെ അല്ലേ? അടിപൊളി അടിപൊളി സിനിമയാണ്. അടിപൊളിയാ? സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഫാമിലിക്ക് എന്റർടൈൻമെന്റ് കാണാൻ പറ്റും. അതെ അല്ലേ? എങ്ങനെയുണ്ട് സിനിമ? ഒരു രക്ഷയില്ല, കിടിലം, ആറാടുകയാണ്. സൂപ്പറല്ലേ? സൂപ്പറാണ് പടം, സൂപ്പർ അടിപൊളിയാണ്. അടിപൊളി. സൂപ്പർ മാസായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം വെച്ചിട്ട് ഈ സിനിമ ഒരു 100 ദിവസം പിന്നിടുമെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. എന്തായാലും ഇതുപോലെ സത്യസന്ധമായ അഭിപ്രായങ്ങളാണ് ഓരോ സിനിമയുടെ വിജയം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. പ്രിയമുള്ളവരെ നമസ്കാരം. ഫിഷ് ടിവിയുടെ ബ്രൗൺ കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പ്രേമം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. ഹിറ്റ് മേക്കറായിട്ടുള്ള സംവിധായകൻ ശ്രീ മൊയ്തു സാർ, അതുപോലെ റോക്കറ്റ് സ്റ്റാർ പ്യാരി ജാദു, സ്റ്റണ്ട് മാസ്റ്റർ, ഒരുപാട് സ്റ്റണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് സ്റ്റണ്ട് ഒരുക്കിയിട്ടുള്ള മാസ്റ്ററാണ് റാംബോ രാഘവ്. അതുപോലെ തന്നെ പുതിയ നായികയാണ് അലൻ. ആദ്യം നമുക്ക് റോക്കറ്റ് സ്റ്റാറിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണയായി ഈ സിനിമകളിലെല്ലാം നല്ല ഫൈറ്റ് സിനിമകളിലാണല്ലോ ചെയ്തിട്ടുള്ളത്. അതെ അതെ, എന്റെ പ്രേക്ഷകർക്ക് അതാണ് ഇഷ്ടം. ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പുതിയ കാരണം? ഒരു ദിവസം മൊയ്തു സാറ് എന്റെ വീട്ടിൽ വന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എന്റെ മുന്നിലിരുന്ന അദ്ദേഹം, ഇത്രയും ബ്രില്യന്റ് ആയ ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഒന്നാമത്തെ സീനിൽ തന്നെ എനിക്കതിന്റെ സാധ്യത തെളിഞ്ഞു. ഞാൻ അപ്പൊ തന്നെ കൈ കൊടുത്തു. ഫസ്റ്റ് സീനിൽ അങ്ങനെയാണ് ഞാൻ ഈ പടത്തിന്റെ ഭാഗമായത്. ഹെലൻ പുതിയ നായികയാണ് അല്ലേ? പ്യാരി ജാദിനെ പോലെയുള്ള ഒരു നടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മൊത്തത്തിൽ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ലൈക് സാറിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് 15ാമത്തെ വയസ്സ് തൊട്ട് ഓഫറുകൾ വരുന്നതാണ്. 13 കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ 2 മാസം സജസ്റ്റ് ചെയ്തത്. അപ്പോ like also before this movie I have rejected 11 offers which I got, so I was waiting for a correct time. And sir, Moitu sir give me a very brilliant script and my co-star is an outstanding actor. So I thought, okay, why not me in films, why not? And so അതാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കണ്ടു, ലൈക്ക് കേട്ടപ്പോ തന്നെ അഭിനയിക്കാൻ തീരുമാനിച്ചു. അടുത്തായിട്ട് നമുക്ക് മൊയ്തു സാറിലേക്ക് വരാം. മൊയ്തു സാർ, എന്താണ് തിയേറ്ററിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക്? അല്ല, തിയേറ്ററിലെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ മൊബൈലിൽ കോളുകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ പ്രോഗ്രാം സമയത്ത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. പ്രോഗ്രാമിൽ ഇരിക്കാൻ പറ്റില്ല, ഒഴിവാക്കി. അപ്പൊ ആളുകൾക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സിനിമ. കാരണം ഇത്രയും കാലം ആക്ഷൻ സിനിമകൾ ചെയ്ത ഞാൻ പെട്ടെന്നൊരു ലവ് സ്റ്റോറി ചെയ്യുമ്പോഴുള്ള ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുള്ള റാംബോ രാഘവനിലേക്ക് പോകാം. രാഘവേട്ടാ നമസ്കാരം. നമസ്കാരം. സിനിമയിലെല്ലാം ഇടി നമ്മൾ ഭയങ്കര ഗംഭീരമായിട്ട് ഈ ഫൈറ്റ് ആസ്വദിക്കാറുണ്ട്. ഈ ലവ് സ്റ്റോറിക്കകത്ത് എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റ് നിങ്ങൾ ചേർത്തത്? അതായത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ സംഘടന ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് ലോക സിനിമയിൽ പോലും കാണിക്കാത്ത ഒരടവാണ് ഇത് കാണിച്ചിട്ടുള്ളത്.
കളരി, ജൂഡോ, കരാട്ടെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റണ്ടാണ്. വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടു നോക്കുന്നുണ്ട്. ഞാന് പലവട്ടം പ്യാരിജാതിനോട് ഞാൻ പറഞ്ഞു ചില സീനുകളിലൊക്കെ നമുക്ക് ഡ്യൂപ്പിട്ട് ചെയ്യാൻ സമ്മതിക്കണ്ടേ. എനിക്കത് ഇഷ്ടമല്ല. നമുക്ക് എത്ര ഒരു മിനിറ്റ്. ആ ഫൈറ്റിന്റെ ഒരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു ഈ പടത്തിൽ ഒരു വെറൈറ്റി വേണം. ഇപ്പൊ കേരളത്തിൽ നിന്ന് എനിക്കൊരു ഇടി കൊണ്ടാൽ ഞാൻ വീഴുന്നത് അമേരിക്കയിലായിരിക്കണം. അത് ഈ മലയാള സിനിമയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ ഇടിസീൻ ഇങ്ങനെ ചെയ്ത് എന്റെ ദേഹത്ത് ആ പവർ കയറി ഹെലനായിട്ടുള്ള ഒരു ലവ് സീനിലും ഞാൻ ഇങ്ങനെ കരാട്ടെ സ്റ്റെപ്പെടുത്തു. I was so excited. I was excited to see that in the movie. ഇതിലിപ്പോ വില്ലനും നായകനും തമ്മിലുള്ള ഫൈറ്റ്, പിന്നെ നായികയുടെയും നായകന്റെയും അച്ഛന്മാർ തമ്മിലുള്ള ഫൈറ്റ്, അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. നായികയുടെ അച്ഛനും നായകന്റെ അച്ഛനും തമ്മിൽ Moidu sir, actually you are disclosing the moments of the movie. Okay? You were not supposed to do that. എനിക്ക് ആ ഫൈറ്റിനെ പറ്റിയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. ഫൈറ്റിനെ പറ്റി തന്നെയാണ്. കാരണം ഏതൊരു സിനിമ എടുത്താലും അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വെറൈറ്റി സാറ് കണ്ടെത്താം. അതെ. ഈ ഒരു പ്രണയകഥയിൽ എങ്ങനെയാണ് വെറൈറ്റി കണ്ടെത്തിയത്? ഇതിപ്പോ മൊയ്തു സാറിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയണല്ല. മൊയ്തു സാറിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അപാരമാണ്. ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമകളിൽ ഇങ്ങനെ രണ്ടുപേരെ ഇടിച്ചാൽ രണ്ടുപേരല്ലേ തെറിക്കുള്ളൂ. ഇത് ഞാനിങ്ങനെ രണ്ട് കൈ കൊണ്ട് രണ്ടുപേരെ ഇടിച്ച് 7 ആളാണ് തിരിഞ്ഞു പറഞ്ഞ് അത് മലയാളത്തിൽ തന്നെ ആദ്യമാണ്. തെലുങ്കിൽ ആരൊക്കെയോ ഒന്നോ രണ്ടോ പേര് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു പവറിൽ അവരത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നല്ല ഹൈലൈറ്റ് തന്നെയാണ്. സാർ ഇനിയിപ്പോ ഇതിന്റെ ടെക്നിക്കൽ ടെക്നിക്കലി ഇതിന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാല് അവിശ്വസനീയമായ ഒരു എഡിറ്റിംഗ് ആണ്. ഓ അത് ശരി. കാരണം പിന്നെ വിനുജിനാണ് DOP അറിയാലോ. നമ്മുടെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ തന്നെ വിനുജിനെ ഹോളിവുഡിലേക്ക് പൊക്കി. ഒരു സന്തോഷ വാർത്ത കൂടെ ഞാൻ ഈ തരുണത്തിൽ പറയുകയാണ്. ഞാൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്റെ അടുത്ത സിനിമയിലും പ്യാരിജാതു തന്നെയാണ് നായകൻ. Sir, what about me then? ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതെന്തായാലും പ്രേക്ഷകർക്ക് ഒരു നല്ല വാർത്ത തന്നെയാണ്. എന്തായാലും സിനിമയ്ക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും സിനിമ തിയേറ്ററിൽ വൻ വിജയമാവട്ടെ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണണം, കണ്ട് വിജയിപ്പിക്കണം. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ. ഈ യുവനടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ ഞൊട്ടും. അങ്ങനെ എഴുതിയിട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്ന കരുതണ്ട. എനിക്കത് അറിയണ്ട. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ചിത്രം, ഒരു അടിപൊളി പ്രേമം, ബിഗ് ബഡ്ജറ്റ് ചിത്രം, റോക്കറ്റ് സ്റ്റാർ പ്യാരിജാതിന്റെ കിടിലൻ പെർഫോമൻസ്. എന്താ മോളെ, കല്യാണം കഴിഞ്ഞ് ഈ ഒരു മാസം അവൻ എന്റെ അടുത്ത് തന്നെ അല്ലായിരുന്നു? ഇന്നല്ലേ അവനൊന്ന് പണിക്ക് പോയത്. അപ്പോഴേക്ക് മുഖറ് വീർപ്പിച്ചിങ്ങനെ ഇരിക്ക. എന്താ അവന് പണിക്ക് പോണ്ടേ? അതല്ല അച്ഛാ. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 1 മാസമായി. 1 മാസമായില്ലേ? പിന്നെന്താ? ഈ 1 മാസമായിട്ട് എന്നെ ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയില്ല. അതിപ്പോ നല്ല സിനിമ വരാഞ്ഞിട്ടാവും. നല്ല വല്ല സിനിമയും വന്നാവൻ കൊണ്ടുപോകും. നല്ല സിനിമ വന്നിട്ടുണ്ട് ഇപ്പോ. ഒരു അടിപൊളി പ്രേമം. അതിപ്പോ ഞാൻ അതില് വായിച്ചില്ലേ? അത് തന്നെ അച്ഛാ. ഞാനിപ്പോ ടിവിയിലൊക്കെ അതിന്റെ റിവ്യൂ കാണുമായിരുന്നു. ഭയങ്കര അഭിപ്രായം ഉണ്ട് അച്ഛാ. എനിക്ക് ആ സിനിമ കാണണം അച്ഛാ. വരണോ? നീ നേരിട്ടാണ്ട് പറഞ്ഞോ. അച്ഛാ ഒന്ന് പറയാതെ. പറയാ. പണി മാറ്റിയാലേ 6 മണി 7 മണിയായ കേറി വരണ. കല്യാണം കഴിഞ്ഞപ്പോ കണ്ട കറക്റ്റ് 5:30 ആയപ്പോഴേക്ക് വീടെത്തി. എന്തൊരു ട്രാഫിക്കാന്നറിയോ, ഒരു രക്ഷയില്ല. എന്താ അച്ഛനും മോളും കൂടി? ഒന്നുമില്ല, നീ വരുന്ന നോക്കിട്ട് അവളിങ്ങനെ നിക്കുക. എന്തൊരു ട്രാഫിക്കാന്നറിയോ? എന്ത് പറ, എന്താണ്? എടാ, നമ്മള് രണ്ടാളും കൂടി സിനിമയ്ക്ക് പോയിട്ട് എത്ര മാസമായിട്ടോ? അച്ഛൻ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു തവണയായിട്ടാ പോയിട്ടുണ്ട്. എത്ര നാളായി? 4 നാളായി. ആയില്ലേ?
പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെയും കൊണ്ട് സിനിമയ്ക്കൊക്കെ ഒന്ന് പോണെന്നറിയില്ലേ? ഇപ്പൊ ഒരു മാസമായില്ലേ? അങ്ങനെ വരട്ടെ, അത് ശരി. അവളെ കൊണ്ടൊരു സിനിമയ്ക്കൊക്കെ പോയിക്കോ നാളെ. പോവാം. ഇത് ഏത് സിനിമയത്? ഒരു അടിപൊളി പ്രേമം. അടിപൊളി പ്രേമം. ആ നല്ല സിനിമയാണ്. അടാ ഞാൻ അതിൽ വായിച്ചോടാ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയെന്നാ പറഞ്ഞു. കണ്ടില്ലേ? അച്ഛൻ വരെ വായിച്ചു. ഞാനിപ്പോ ടിവിയിൽ അതിന്റെ റിവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ദേ ഇത് നോക്ക്, കണ്ടോ? ആരെങ്കിലും കുറിച്ച് കാണട്ടെടി, എന്നിട്ട് പോവാം നമുക്ക്. ദേ കണ്ട് നല്ല കറക്റ്റ് റിവ്യൂ ഇട്ടേക്കണ നോക്ക്. ബിഗ് ബഡ്ജറ്റ് പടാണേ. ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 5-10 വർഷം നഷ്ടമാകും. കാരണം നിങ്ങൾ മരിച്ചതിന് തുല്യം. സത്യം പറ, മരിച്ചതിന് തുല്യം, ചത്തയും തുല്യം. പിന്നെ പറയുമ്പോ രണ്ടും പറയല്ലോ. ഒരു സിനിമയെ വെറുതെ പോലത്തി പറയുന്നവനല്ല ഈ ഉണ്ണി കൂത്താടി. വളരെ മോശമായ കാര്യം ഞാൻ പറയും. എനിക്ക് അങ്ങനെയുണ്ട്. എനിക്ക് ആരി പോടുക ഒന്നുമില്ല. സത്യം പറയാലോ, ഈ സിനിമ 2.5 മണിക്കൂറേ ഇല്ലു. പോരാ, ഒരു അരമണിക്കൂറും കൂട്ടണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഈ സിനിമക്ക് എവിടെയോ എന്തോ ഒരു കുറവ് പോലെ. അത്രമാത്രം നല്ല സിനിമയാണ്. തുറന്ന് പറയാലോ, നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ സിനിമകളാണ് നമുക്ക് വേണ്ടത്. പ്രേക്ഷകന് ഇഷ്ടം ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തോടെ നിങ്ങളുടെ ഉണ്ണി കൂത്താടി. ഇയാള് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ഇയാള് എല്ലാ സിനിമയുടെ റിവ്യൂ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പറയണ ആളാ. റിവ്യൂ ഒക്കെ കൊള്ളാം. ഇനിയിപ്പം ഓക്കെ, അങ്ങനെയാണെന്നാ പോലച്ചാ. നാളെ പൊക്കോളൂ. നാളെ ഉച്ചക്ക് മാറ്റിങ് പൊക്കോ. പൊക്കോന്നല്ല, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തിനു ഞാൻ വരുന്നേ? പിന്നെ അച്ഛൻ വരുന്നില്ലേ? ഓണായിരുന്നു. നിങ്ങൾ കല്യാണം കഴിഞ്ഞ പുതുച്ചക്കനും പുതുപെണ്ണും പോണോടത്തപ്പോ ഞാൻ പിന്നാലെ കെട്ടി കുത്തി വരാക്ക. പിന്നെ പുതുപെണ്ണും പുതുച്ചക്കനും ഇതിപ്പോ മണ്ടു മാമന്റെ മോളെന്ന് എല്ലാവർക്കും അറിയണല്ലേ. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാൽ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോണല്ലേ? ഒന്ന് പോച്ചൊന്ന്. അല്ലടാ, ഞാൻ എന്റെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ തിയേറ്ററിൽ പോയി. പിന്നെ ഞാനും പോണില്ല, എനിക്കും കണ്ടന്റിനാണ് അച്ഛാ. ശരി, എന്നാ ഞാനും വരാം. 40 കോടിയൊക്കെ മുടക്കിയ പടല്ലേ. പിന്നെ കുറെ നാളായി ഒരു നല്ല സിനിമ കണ്ടിട്ട്. പിന്നെ സിനിമയുടെ ടിക്കറ്റും എല്ലാ ചെലവും എന്റെ വക. അതൊന്നും വേണ്ട അച്ഛാ. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം. ഒരു വലിയ മുതലാളി. എന്നാടാ നീ എടുക്കാൻ തുടങ്ങിയത്? കല്യാണം കഴിഞ്ഞപ്പോ അവന്റെ മാറ്റം കണ്ട. മുടി വെട്ടാൻ വരെ ഞാൻ പൈസ കൊടുക്കണം. അടുത്ത കത്തി വരും. അടിപൊളി പ്രേമം. ചേട്ടാ, ടിക്കറ്റ് കൗണ്ടർ ഏതാ? ഇതാണ്. ഏതാ സിനിമ? ഒരു അടിപൊളി പ്രേമം. പെട്ടെന്ന് അല്ല, പടം തുടങ്ങിയവനെ തുടങ്ങാറേ. പെട്ടെന്ന് ഓടി. പടം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. ഓടി വാ. പടം തുടങ്ങാറായിരുന്നു. ഞാൻ പടത്തിൽ ഇത്തിരി നേരത്തെ ഇറങ്ങണമെന്ന്. നേരത്തെ ഇറങ്ങിയല്ലേ? അഴിഞ്ഞൊരുങ്ങി വരുമ്പോ ഇനിയിപ്പോ ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്കും പടം തുടങ്ങണം. പടം തുടങ്ങിയിട്ട് വന്നിട്ട് എന്തൊക്കെ മറ്റേ ടിവിയിലൊക്കെ ഉള്ള ഷോ ഞാൻ കാണാറുണ്ട്. ഏത് അടിപൊളി പ്രേമമാണോ? അല്ലല്ല, ഞാൻ മറ്റേ ആഫ്രിക്കൻ പായ. ഇത് കണ്ടായിരുന്നു. കാണാമല്ലോ. ശരി ശരി സാർ. ശരി. അച്ഛന് മനസ്സിലായോ? ടിവിയിൽ കണ്ടിട്ടില്ലേ? മറ്റേ ടിവിയിലൊക്കെ വരില്ലേ? എന്നാലും ആ സത്യശീലൻ എന്തായിരിക്കും ഈ പടം കാണാത്തത്? നല്ല സിനിമയില്ലേ? ടിക്കറ്റ് കൊടുക്കേ. 3 ആള്. അച്ഛാ കേറട്ടെ. സന്തോഷം ആഗ്രഹിക്കാത്തത്, പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാൽ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
നിന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് ജിക്സി ഞാൻ നിന്നെ ഈ ബോട്ട് യാത്രയ്ക്ക് ക്ഷണിച്ചത്. ജിക്സി, ചുമോനെ ആകെ തണുത്ത് വിറയ്ക്കുന്ന ചുമോനെ, ഞാനിപ്പോൾ മരിക്കുമെന്നാ തോന്നുന്നത്. നീ ഭയപ്പെടാതിരിക്കൂ ജിക്സി, നിനക്ക് ഞാനില്ലേ? എനിക്ക് ആ പലക കഷ്ണം ഒന്ന് തരുമോ? ഞാനതിൽ കയറി നിന്നോട്ടെ. ഈ ബോട്ടിന്റെ പലക ഇളകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ജിക്സി. ഓരോ പലകയും ഇളകി വെള്ളം കുതിച്ച് ആര് പറഞ്ഞിട്ട് ഈ പടത്തിന് വന്നത്? നല്ലതായിരിക്കും, ട്വിസ്റ്റ് വരും. ഇല്ല ജിക്സി, എന്ത് ട്വിസ്റ്റ്? അരമണിക്കൂറായിട്ട് കഥ ഏതാന്ന് മനസ്സിലാവും. വെറുതെ ആൾക്കാർ പറയൂ ആ കൂത്താടി ഉണ്ണൊക്കെ നല്ല റിവ്യൂ പറഞ്ഞാണ്. കൂത്താടി വല്ലവരുടെയും വാക്ക് കേട്ടിട്ട് ആരെങ്കിലും വരും. പടം കണ്ടോരുടെ വാക്ക് കേട്ടിട്ട് വേണ്ട വരാൻ. ഞാൻ ജീവനോടെ ഇരിക്കും. നല്ലത് പറഞ്ഞു. ഞാൻ 100 വട്ടം പറഞ്ഞാൽ 100 വട്ടം പറഞ്ഞാൽ ഞാൻ വരുന്നില്ല. ഇല്ല ജിക്സി, പണ്ടത്തെ സിനിമയ്ക്കാണെങ്കിലേ സത്യന്റെ നസീറിന്റെ ഒക്കെ പടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു കഥ ഉണ്ടാവും. അതെന്താണെന്ന് അറിയാൻ നമ്മളിരിക്കും. ഇതിപ്പോ അത്ര നേരമായിട്ട് എന്തേലും മനസ്സിലായോ? നിനക്ക് കോരി തന്ന് ഇത് കുടിച്ച് മരിച്ചാൽ മതി ജിക്സി. ജിക്സി, ജിക്സി, എടാ സീരിയൽ ഇതിൽ നന്നായിട്ട് കാണുന്നില്ലേ? ഇത് ഇഴഞ്ഞിഴഞ്ഞ് എങ്ങടായി പോണത്? കാശ് കൊടുത്തില്ല ഇനി മിണ്ടാതിരിക്കും. ജിക്സി, നിനക്ക് എൻ്റെ ഉള്ളിലെ സ്ഥാനം ഞാൻ തന്നത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ലേ ജിക്സി? എന്നിട്ടാണോ നീ എന്നോട് ഈ ചതി ചെയ്തത്? എന്ത് ചതി ഞാൻ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇത് ചതിയല്ലേ ജിക്സി, ചതിയല്ലേ? ഇതാണോ ഒരു ചതിയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? അങ്ങനെ ഇതിൽ ശരിക്കും ആരാരെന്നെ പ്രേമിക്കുന്നു? എനിക്കറിയില്ല. ചെല്ലോട് വെച്ചിട്ടുണ്ട്. ചെയ്തതെന്താണെന്ന് ഞാനിനി പറയണമല്ലേ? എന്റെ ഒരാഗ്രഹം കൊണ്ട് നിന്റെ കയ്യിൽ നിന്നും ഒരു ഐസ്ക്രീം തിന്നണമെന്നല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ കയ്യിലെ പൈസയാണ് പോയത്. ജോലിയുള്ളത് നിങ്ങൾക്ക്. ഞാൻ എന്റെ ലിപ്സ്റ്റിക് വാങ്ങിക്കാനിരിക്കുന്ന പൈസ എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഇതിലിപ്പോ ഏത് നിനക്ക് ലിസ്റ്റിക്ക് കലക്കി തന്നെ എന്നെ കൊന്നുകൂടായിരുന്നു? മനുഷ്യൻ വയറിളകി കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി, അറിയാമോ? കഴിഞ്ഞില്ലേ ഇത്? എന്റെ ഗർഭിതം കൊണ്ടാണ്. എന്റെ ലിപ്സ്റ്റിക്കിന്റെ പകുതിയായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം ഐസ്ക്രീമിന്റെ ഒരു തരി നിങ്ങൾ എനിക്ക് തന്നു. നിങ്ങളുടെ കൊതി കാരണം സംഭവിച്ചത് എന്റെ ചതിയായി നിങ്ങൾ കാണരുത്. നീ വാങ്ങി തന്നല്ലേ എന്ന് കരുതി വീട്ടിലെത്തിയ ഞാൻ വാതിലടച്ച് കപ്പം കുപ്പം ആർക്കും കൊടുക്കാതെ പെട്ടി വിഴുകി. പിറ്റേ ദിവസമാണ് എന്റെ വയറിളകി ഞാൻ ഈ കോലമായത്. നീ എന്നോട് നിനക്ക് നല്ല ഏതെങ്കിലും ഷോപ്പിൽ കയറി എനിക്ക് വാങ്ങിത്തരാമായിരുന്നില്ലേ? പാർക്കിന്റെ സൈഡിൽ വെക്കുന്ന പോപ്കോൺ എനിക്ക് വയറ്റിൽ പിടിക്കുന്നത് അറിയാവുന്നതല്ലേ? എന്ത് കാണുന്നത്? എന്തായാലും മനസ്സിലാവുണ്ടത്? അച്ഛ ടിക്കറ്റ് എടുത്തല്ലേ? ഒരു കാര്യം ചെയ്ത് നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് പിന്നെ ഇരുന്ന് കണ്ട നിങ്ങളുടെ ഭ്രാന്തിക്ക് വേണ്ടത്. ഒരു സിനിമ ഇറക്കിയേക്കുന്നതാണ് 40 കോടി അത്ര കൊടുക്കത്ത. പുള്ളി കാശ് കൊടുത്ത് ചെലവാക്കി പടം എടുത്ത പോലെ ഉണ്ടല്ലോ. എല്ലാവരും സഹിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കണത്. ഓഫിലെ സിനിമ മനുഷ്യന്റെ ഒരു ദിവസം പോയി. ഒരു ചായ ഒന്നുമില്ല. ഇന്നലെ ഞാൻ കഴിഞ്ഞ എന്തേ പോയില്ലേ? പുറത്തൊഴിക്കാൻ പോയതാ? അല്ലടാ, പുറത്ത് ഭയങ്കര ചൂട്. എന്തായാലും കാശ് കൊടുത്തല്ലേ, പടം കഴിയുന്നവരെ തണുപ്പത്തിരിക്കാല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞത്. കണ്ടിട്ട് പോയാ പോരെ. കഴിഞ്ഞു പോകുമ്പോ വിളിക്കിട്ടാ. എനിക്കൊന്നും വേണ്ട. ശബ്ദം ഒന്ന് കുറച്ചാ സുഖമായി കിടക്കാറ്. ശബ്ദം എങ്ങനെ കുറയ്ക്കാം? എല്ലാവർക്കും കാണണ്ടേ? നമ്മുടെ വീടൊന്നല്ലത്. ഉഗ്രം പടം അസ്സല പടം. എല്ലാം പുതിയ ആളുകളാണ്. ഡയറക്ടറും ആക്ടേഴ്സും എല്ലാം അയ്യോ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് നെഗറ്റീവ് അഭിപ്രായമാണ്. എഡിറ്റ് ചെയ്ത് പണ്ടാരടങ്ങേ ഉള്ളൂ. ആള് കയറണം, പക്ഷെ ഇപ്പൊ ആളില്ല. ഓക്കെ ശരി. പടം കണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ട പ്രൊമോഷൻ കണ്ട് അടിപൊളി പ്രേമത്തിന്റെ. പ്യാരിയുടെ പടം. പ്യാരി മൊയ്തു കൂട്ടുകെട്ടെ. അതെ, ഏത് പടം? ഞാൻ ഈ പടം കണ്ടു. എങ്ങനെയുണ്ട്? ഉഗ്രം പടം, അസ്സലായിട്ടുണ്ട്. എല്ലാം പുതിയ ആളുകളാ. ഓ അത് ശരി.
ഇതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നേ. എന്തിന്? നല്ല പടമല്ലേ, അത് കയറി പൊക്കോളും. മാത്രല്ല അവര് ഞങ്ങളെ ഒന്നും സഹായിച്ചിട്ടൊന്നുമില്ല. ഇതുവരെ ഞങ്ങള് കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ പടേ. ശരി ശരി ശരി. അതല്ല, അതിനെ പൊക്കി കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ ഓക്കെ, ശരി. ഓ, ഇത് കുറച്ച് പാടുപെടും ഈ പടത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ. ഒറ്റ മനുഷ്യൻ നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വാ വാ. അറിയുന്നവർക്ക് നല്ല ആനന്ദമാകട്ടെ, അറിയാത്തവർക്ക് പൊന്നും കളിവിളയാട്ടം താകതകർന്നേ. അറിയുന്നവർക്ക് നല്ല ആനന്ദമാകട്ടെ, അറിയാത്തവർക്ക് പൊന്നു കളിവിളയാട്ടം താക